ഹലോ. ഹലോ. യേസ്, പറയൂ. ആ ചന്തുണ്ട്. സുഖമായിരിക്കുന്നു, പറഞ്ഞോളൂ. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാ വിളിച്ചേ. ആ. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ഏത് വചനം? അതായത് വചനം ഇങ്ങനെയാണ്: ആ, ഒരുവൻ എല്ലാം നേടിയിരുന്നാലും അവൻ ആ, അവന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് ഫലം? ഇങ്ങനെ ഒരു വചനം അപ്പൊ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആ, ജംഗ്ഷനിൽ ഇങ്ങനെ ചില ആൾക്കാര് പ്രസംഗിക്കുമല്ലോ. ആ, ആ, അപ്പൊ വരുന്ന വഴിക്ക് അങ്ങനെ ഒരു ആ, പ്രസംഗം കേട്ടു. ആ, ഓക്കെ. അച്ഛന്റെ പഠിപ്പീരനുസരിച്ചിട്ട് ആ, ആത്മാവെന്ന് പറയുന്നത് ഒരിക്കലും നാശമില്ലാത്ത ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ. ആത്മാവൊരിക്കലും നശിക്കത്തില്ല. അപ്പോ ഒരുവൻ എന്തൊക്കെ നേടിയിരുന്നാലും അവന് ആത്മാവ് നഷ്ടമായാൽ എന്ത് ഫലം എന്ന് പറയുമ്പോ ആ, അച്ഛന്റെ പഠിപ്പീരും ഈ ആത്മാവിനെ നഷ്ടമാക്കുക കാര്യം, ആത്മാവിനെ അങ്ങനെ നഷ്ടമാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് ഇല്ലാതായി പോകുന്ന ഒന്നല്ലല്ലോ. അതെ. അപ്പൊ എനിക്ക് അതിനകത്ത് ആ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ പ്രസംഗിച്ച് കേട്ടത്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പ്രസംഗിച്ച് കേൾക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നുള്ള രീതിയിലാണ് പ്രസംഗിച്ച് കേൾക്കുന്നത്, അല്ലേ? അതെ, ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു ഫലം, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, നമുക്ക് ആദ്യം ആ വാക്യം എങ്ങനെയാണ് ബൈബിൾ പറയുന്നത് എന്നുള്ളത് നോക്കാം. ആ, ഉം. ആ, ഞാൻ 2 സുവിശേഷങ്ങളിൽ ആ വാക്യം ഒന്ന് എടുത്തു തരാം, ഒന്ന് വായിച്ചാൽ മതി. ആ, ഒരു ഓക്കെ. സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഞാൻ ആ വാക്യം ഒന്ന് എടുക്കട്ടെ. ആ, ഓക്കെ. ഒന്നാമത് എടുക്കേണ്ടത് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. മർക്കോസ് 8:36 വായിക്കാവോ? മർക്കോസ് 8:36. ഒരു മനുഷ്യൻ ആ, സർവ്വലോകവും നേടുകയും ആ. തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അപ്പൊ ഇതാണ് ശരിക്കും ബൈബിളിലെ വാക്യം. ജീവൻ എന്നുള്ള വാക്ക് ആത്മാവെന്നുള്ളതല്ല. ഓക്കെ. ഒരു വാക്യം കൂടെ വായിക്കാം, എന്നിട്ട് നമുക്ക് അതും അങ്ങനെ തന്നെയാണോ നോക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ വാക്യം. മത്തായി 16:26. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഓക്കെ. അപ്പോ ശരിക്കുമുള്ള ഒറിജിനൽ വാക്യം എന്താണെന്നുള്ളത് ഇപ്പൊ പിടികിട്ടിയോ? ജീവൻ എന്നാ ഇതിൽ കൊടുത്തിരിക്കുന്നേ. അപ്പോ ജീവൻ എന്നുള്ളതാണ് 2 റെഫറൻസും പറയുന്നത്. മത്തായി പറയുന്നതും മർക്കോസ് പറയുന്നതും ശരിക്കും എന്തുവാ? ജീവൻ. ജീവൻ. ആ. അപ്പൊ എന്തല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ആത്മാവെന്നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്നത് തെറ്റെന്നാണോ അച്ഛൻ പറയണേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് പ്രസംഗിച്ച് കേൾക്കുന്ന ഈ എസ്പെഷ്യലി കവലപ്രസംഗം നടത്തുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുക്കുമൂലയൊക്കെ കേട്ടിട്ട് ഉപജീവന മാർഗമൊക്കെ ഉപേക്ഷിച്ച് ഒരു പുതിയൊരു ആദായ മാർഗമായിട്ട് സുവിശേഷ വേലയെ സ്വീകരിച്ച് കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ കവലപ്രസംഗം നടത്തുന്ന കൂടുതൽ ആൾക്കാർ. പിന്നെ ഇങ്ങനെ കവലപ്രസംഗം നടത്തുമ്പോൾ ദൈവം എന്തോ സ്പെഷ്യൽ ഗ്രേസ് കൊടുക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ അനുഗ്രഹം കൊടുക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അങ്ങനെയാണ് കൂടുതലും കവലപ്രസംഗങ്ങൾ ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ബൈബിൾ നേരെ അറിയത്തില്ല. ആരൊക്കെയോ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ പല മതപ്രസംഗകരും ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. അവരാരോ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ നിന്ന്, അറിവിൽ നിന്നൊക്കെ എടുത്ത് സംസാരിക്കുന്നതാണ്. അവർക്ക് ബൈബിളുമായിട്ടൊരു ബന്ധവുമില്ല, അവർക്ക് ദൈവവുമായിട്ടും ഒരു ബന്ധമില്ല. അപ്പൊ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യത്തെ കുറിച്ചിട്ടല്ല, ജീവനെ എന്നുള്ളതാണ് ഈ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സ്ഥലത്തും കാണുന്നത് സോൾ എന്നാണ്, സ്പിരിറ്റ് എന്നല്ല. അപ്പോൾ ജീവൻ എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് സോൾ എന്നാണ്. സോളിന്റെ മലയാള വാക്കെന്ന് പറയുന്നത് ഒന്നുകിൽ ജീവൻ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ദേഹി എന്ന് പറയാം. അപ്പൊ ദേഹിയെ കുറിച്ചിട്ടാണ് ഈ 2 വാക്യം, അല്ലെങ്കിൽ ഈ 2 സുവിശേഷങ്ങളിലെയും ഈ ഒരു കോൺടെക്സ്റ്റ് പ്രതിപാദിക്കുന്നത് ദേഹിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രാണനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ജീവനെ കുറിച്ചാണ്. അപ്പോ വാക്യം എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. അപ്പോ ആത്മാവിനെ നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ആത്മാവ് ദൈവത്തിന്റെ ഭാഗമാണ്. അത് ദൈവവുമായിട്ട് ലയനം സംഭവിച്ചിരിക്കുന്നതാണ്. അത് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടുന്നതാണ്. അപ്പൊ ഒരു കാരണവശാലും ഒരു മനുഷ്യന്റെയും ആത്മാവ് എന്തായി പോകത്തില്ല, നശിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ അത് കേടായി പോകത്തില്ല, അല്ലെങ്കിൽ അത് കറക്റ്റഡായി പോകത്തില്ല. ആത്മാവിനൊന്നും സംഭവിക്കത്തില്ല. അത് അതിന്റെ പ്യൂരിറ്റിയിൽ, അതിന്റെ പെർഫെക്ഷനിൽ എപ്പോഴും ആയിരിക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ അച്ഛാ.
അപ്പോൾ ആ ഇതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ആ നിന്റെ മരണശേഷം നിന്റെ ആത്മാവ് നരകത്തിലേക്ക് പോകും, ആ നിന്റെ ആത്മാവ് തീച്ചൂളയിലേക്ക് വീഴുമെന്ന് പറയുന്നത് ഇത് വെറും പല വ്യക്തികളും പറഞ്ഞു കേട്ടിട്ടുള്ള സംസാരം മാത്രമാണ് അല്ലേ? അതും വെറും ആൾക്കാരെ പറ്റിക്കുന്ന, ബൈബിൾ ബേസ്ഡ് അല്ലാത്ത, ആരൊക്കെയോ സംസാരിച്ച അറിവിൽ നിന്നും സംസാരിക്കുന്ന അട്ടർ ഫൂളിഷ് ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അത് ബൈബിൾ ബേസ്ഡ് അല്ല. കാരണം ആത്മാവ് സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചും ആത്മാവ് നരകത്തിൽ പോകുന്നതിനെ കുറിച്ചും ബൈബിൾ പ്രതിപാദിക്കുന്നില്ല. ഉം, 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 ആത്മാവ് ഉം. സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചും ആത്മാവ് നരകത്തിൽ പോകുന്നതിനെ കുറിച്ചും ജീസസ് ക്രൈസ്റ്റും സംസാരിച്ചിട്ടില്ല, അപ്പോസ്തലന്മാരും സംസാരിച്ചിട്ടില്ല. ഓക്കേ. അപ്പൊ ഒരിക്കലും ആത്മാവിന് എങ്ങോട്ട് പോകാൻ പറ്റില്ല, വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇനി ബൈബിൾ വ്യക്തതയോടുകൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് സഭാപ്രസംഗിയുടെ പുസ്തകത്തിനകത്ത്. ഐ തിങ്ക് സഭാപ്രസംഗി ഉം. 12:7 7:12 ഒന്ന് നോക്കുക. സഭാപ്രസംഗി ലാസ്റ്റ് ചാപ്റ്റർ ഏതാ? ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ഒന്ന് നോക്കോട്ടെ. സഭാപ്രസംഗിയുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണോ? ആ 12. 12 അതിന്റെ 7 വായിച്ചേ. സഭാപ്രസംഗി 12:7 ഒന്ന് വായിച്ചു നോക്കിയേ. പൊടി പണ്ടായിരുന്നത് പോലെ ഉം. ഭൂമിയിലേക്ക് തിരികെ ചേരും, ആ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഇത് മാത്രമാണ് ബൈബിൾ പറയുന്നത്. ബാക്കിയെല്ലാം മനുഷ്യരുണ്ടാക്കിയെടുത്തിരിക്കുന്ന കള്ളക്കഥകളാണ്. അപ്പൊ ആത്മാവ് തിരിച്ചെവിടോട്ട് പോകും? തിരികെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിലേക്ക് ലയിച്ചു തരും. കാരണം ദൈവം ആത്മാവാകുന്നു. ആ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ആത്മാവ് ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമുക്ക് നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മിൽ നിന്ന് ഈ ആത്മാവ് ഡിറ്റാച്ച് ആകുമ്പോഴത്തേക്ക് അത് നേരെ എങ്ങോട്ട് ലയിച്ചു ചേരും? തിരികെ ആത്മാവാൻ ദൈവത്തിലേക്ക് തിരികെ ചേരും. അല്ലാതെ അത് വേറൊരു ഫിസിക്കൽ ലൊക്കേഷനകത്ത് കറങ്ങി നടക്കുകയോ ഈ നമ്മുടെ ഈ അപ്പൂപ്പൻ താടി പറന്ന് നടക്കുന്ന പോലെ പറന്ന് നടക്കുന്നൊന്നും അല്ല. ഓക്കെ. എന്നിട്ട് ദൈവം ഇങ്ങനെ ഈ അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ അതിന്റെ പിറകെ തീപ്പട്ടിക്കൊള്ളിയും കൊണ്ട് നടക്കത്തില്ല കത്തിച്ച് കളയാനായിട്ട്. ഓക്കെ. ആ സീനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് നടക്കുന്നു, അതിനെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് പിറകെ ഓടുന്നു. അപ്പൂപ്പൻ താടി പിടികൊടുക്കാതെ വീണ്ടും പറന്നു പോകുന്നു, കർത്താവ് കത്തിക്കാൻ വേണ്ടി വീണ്ടും പിറകെ ഓടുന്നു. എന്തൊരു ഒരു ഫൂളിഷ്നെസ് ആയിട്ടുള്ള കാര്യം അല്ലേ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെയല്ല. അപ്പോ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിക്കുകയും അത് മാത്രം ഫോളോ ചെയ്യുകയും ചെയ്യുക. ബാക്കി മനുഷ്യരുണ്ടാക്കുന്ന കള്ളക്കഥകളിൽ വീഴാതിരിക്കുക. ഓക്കെ. ഓക്കെ. പക്ഷെ അപ്പൊ ഇതിന്റെ ആ തുടക്കം എവിടെ നിന്നായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ജീവൻ എന്ന് പറയുന്നത് മാറി ആത്മാവിലേക്ക് ജമ്പ് ചെയ്തത് എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ആ, അത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ചില ആൾക്കാർ സംസാരിക്കുന്നത് കേട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അവരിൽ ഇത് ചെന്ന് അകത്ത് വീഴുമ്പോഴത്തേക്ക് റോങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷനിലായിരിക്കും അകത്ത് വീഴുന്നത്. കാരണം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ സംസാരിക്കുകയും ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരുമാണ് കേൾക്കുന്നത്. കേൾക്കുന്ന ആൾക്കാരും കണക്കാ, പറയുന്ന ആൾക്കാരും കണക്കാ. അതെ 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 അപ്പൊ അതുകൊണ്ടാണ് ഈ മിസ്ലീഡിങ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ബൈബിൾ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ വേദങ്ങൾ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിക്കേണ്ടത് മതവക്താക്കളല്ല. ഓക്കെ. അതിന് ദൈവം അപ്പോയിന്റ് ചെയ്ത സ്പിരിച്വൽ ലീഡേഴ്സ് തന്നെ അത് കൈകാര്യം ചെയ്യണം. അതല്ലാത്ത വ്യക്തികൾ, മത ലീഡേഴ്സ് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ. ആത്മാവ് ഒരിക്കലും നശിക്കത്തില്ല. ആത്മാവ് പെർഫെക്റ്റ് ആണ്. ആത്മാവ് എപ്പോഴും കംപ്ലീറ്റ് ആണ്. ആത്മാവിനെ ഒരു കാരണവശാലും നമുക്ക് ആർക്കും എന്താ പറയുക കറപ്റ്റഡ് ആക്കാനോ അതിന് മറ്റൊരു കോട്ടം വരുത്തുവാനോ ആർക്കും കഴിയില്ല. അത് അതിന്റെ ഡ്യൂ ടൈം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചെങ്ങോട്ട് പോകും? ദൈവത്തിലേക്ക് തന്നെ തിരികെ എത്തിച്ചേരും. ഓക്കെ. അപ്പം ഞാൻ ഇത് കുറച്ച് ദിവസം കൊണ്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു മാറ്റർ ആയിരുന്നു. അപ്പം എനിക്ക് അക്കാര്യത്തിൽ എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടി. പക്ഷേ ഇതൊന്നും എനിക്ക് കുറച്ചുകൂടെ എനിക്കൊരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഇവിടെ പറയുന്നത് എല്ലാം നേടിയിരുന്നാലും ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രതിഫലമെന്നാണ്, അവൻ എന്ത് ഫലമെന്നാണ്. പക്ഷേ പ്രസംഗിച്ച് വന്നത് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമെന്നാണ്. ഓക്കെ. പക്ഷെ അവിടെ ആത്മാവല്ല, ജീവനാണ്, സോൾ ആണ്, ദേഹിയാണ്. അപ്പൊ ഒരു മനുഷ്യന് എങ്ങനെയാണ് സോൾ അഥവാ ദേഹി അവന് നഷ്ടപ്പെടുന്നത്? അത് അച്ഛൻ എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആവുമ്പോഴത്തേനും നമുക്ക് അടുത്തൊരു ടോപ്പിക് ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം. പിന്നെന്താ? കാരണം ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുമെന്നാണ് സയൻസും പറയുന്നത്, മതങ്ങളും പറയുന്നത്. ഈവൻ ക്രിസ്തീയ മതം പോലും പറയുന്നത് ഒരുവൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കും. 40, 60, 80 കണക്കൊക്കെ ക്രിസ്ത്യൻ ഡിക്ഷണറിയിൽ വളരെ ശക്തമാണ്. ഏറിയാൽ 80. അല്ലേ? അപ്പോ ജനിച്ചാൽ മരിക്കുമെന്നുള്ളതാണ് ബൈബിൾ പോലും വിശ്വസിക്കുന്ന പ്രീച്ചേഴ്സ് ഉയർത്തിക്കാട്ടുന്ന കാര്യം. പക്ഷെ ബൈബിളിനെ ശരിയായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രസംഗ തൊഴിലാളികൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്.
ശരിക്കും അവർക്ക് ബൈബിൾ മനസ്സിലായിട്ടില്ല. ജീസസ് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം ബൈബിളിലൂടെ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ദൈവം വേദങ്ങളിലൂടെ പറഞ്ഞ കാര്യം, ഖുറാനിലൂടെ പറഞ്ഞ കാര്യം ഈ മതക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ മതവക്താക്കൾക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ. അപ്പൊ ജനിച്ചാൽ മരിക്കുമെന്ന് പറയുന്ന ആ ഒരു തിയറി ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തതാണ്. ഓക്കെ. കാരണം ദൈവം മനുഷ്യനെ മരിക്കാൻ വേണ്ടിയിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയെ നശിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല. അല്ല. സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സൂര്യൻ നശിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. അല്ല. ചന്ദ്രനെ സൃഷ്ടിച്ചിരിക്കുന്നത് നശിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല. അല്ല. നമ്മൾ സ്കൂളിലെ പിള്ളേർ പഠിക്കുന്ന ഒരു തിയറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 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 ട്രൂത്ത് ഉണ്ട്. ഉം. എനർജിയെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. പറ്റത്തില്ല. ആ. എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ബട്ട് എനർജിയെ നശിപ്പിക്കാൻ പറ്റില്ല. ഉം, ഉം, ഉം. സോ ഇതുപോലെ നാശമില്ലാത്ത ഒരു സ്റ്റേറ്റിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉം, ഉം. പക്ഷെ മനുഷ്യന്റെ ഈ ബുദ്ധിക്കകത്തേക്ക്, അറിവിനകത്തേക്ക് ഈ ദൈവം വെച്ചിരിക്കുന്ന ട്രൂത്ത് കടക്കാതെ മറ്റൊരു കള്ളം കടന്നു. എന്താ? ജനിച്ചാൽ മരിക്കണം. മരിക്കണം. ഓക്കെ. ഈ കള്ളമകത്ത് കിടക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ മരണത്തിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പോ ഈ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നതിന്റെ പിന്നിലും ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഉദ്ദേശശുദ്ധി, ആ. അതിലേക്ക് മനുഷ്യൻ വരുന്നില്ല. മനുഷ്യൻ മറ്റൊരു ഡയറക്ഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യവും ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് ഇതിന്റെ ശരിക്കുമുള്ള ആത്മീയ സത്യങ്ങളിലേക്ക് വേണമെങ്കിൽ ഒന്ന് പോകാം. യാ, ഷുവർ. ഓക്കെ. ഓക്കെ അച്ഛാ. യാ.